ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2023 കറണ്ട് അഫയർ വസ്തുതകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ PC ബുള്ളറ്റിനിൽ ഉള്ള കറണ്ട് അഫയർ വസ്തുതകളാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്ഥാനയാണ് കസാക്കിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായ് UAE. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാ ചോദിച്ചാൽ അത് സിംഗപ്പൂരാണ്. പറഞ്ഞ കാര്യങ്ങൾ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്ഥാന കസാക്കിസ്ഥാനാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്ന അസ്ഥാന കസാക്കിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെ ചോദിച്ചാൽ അത് ദുബായ് ആണ്, UAE. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ്. ഓർത്തിരിക്കുക. തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹിലരി. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹിലരി. ഓർത്തിരിക്കുക. 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഖാനൂൻ. ഓർത്തിരിക്കുക. ഇവിടെ 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനൂൻ. ഓക്കെ, ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം ഏതാണ്? പെറു ആണ്. ഭീമൻ തിമിംഗലത്തിൻ്റെ ഏതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേരാണ് പെറുസിറ്റസ് കൊളോസസ്. ഓക്കെ, പെറുസിറ്റസ് കൊളോസസ്. ഓക്കെ, എന്താണ്? ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ആണ്. പെറു. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കെനിയയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി ഏതാ ചോദിച്ചാൽ അത് ആപ്പിളിനാണ് രണ്ടാം സ്ഥാനം. അപ്പോൾ 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. രണ്ടാമത്തെ സ്ഥാനം ഏതാണ്? ആപ്പിളിനാണ്. ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്ന് പറയുന്നത്? ഫ്രാൻസിൽ നടന്ന ഒരു രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നടന്നതാണ്. ഓർത്തിരിക്കുക. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം ഏതാ ചോദിച്ചാൽ അത് സിംഗപ്പൂരാണ്. ഓക്കെ, എലോൺ മസ്കിൻ്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ട് ഏതാണ്? അതാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. ഈ വർഷത്തെ വാക്കായി US നിഘണ്ടു മെറിയം വെബ്സ്റ്റർ പുറത്തെടുത്തിയ വെബ്സ്റ്റർ തെരഞ്ഞെടുത്ത പദമാണ് എന്താണ്? ഒതന്റിക് എന്ന് പറയുന്നത്. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയെന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. എലോൺ മസ്കിൻ്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദമാണ് ഒതന്റിക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് MV ഗംഗാവിലാസ് ആണ്. ചോദ്യം വന്നിട്ടുണ്ട്. MV ഗംഗാവിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാ ചോദിച്ചാൽ MV ഗംഗാവിലാസ് ആണ്. ഗംഗാവിലാസ്. ഓർത്തിരിക്കുക. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താ ചോദിച്ചാൽ അത് അമൃത് ഉദ്യാനാണ്. അമൃത് ഉദ്യാൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാ ചോദിച്ചാൽ അത് നവജോത് സിംഗ് സാവനിയാണ്. നവജോത് സാവനി. കൈ കൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിച്ചതിനാണ് നവജോത് സാവനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയത്. ഓർത്തിരിക്കുക. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സംഭാജി നഗർ. ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിന്റെ പുതിയ പേര്. അതുപോലെ തന്നെ ഒസ്മാനാബാദിന്റെ പുതിയ പേരാണ് ധാരാശിവ്. ധാരാശിവ് എന്ന് പറയുന്നത് ഒസ്മാനാബാദിന്റെ പുതിയ പേരാണത് ധാരാശിവ് എന്ന് പറയുന്നത്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെ ചോദിച്ചാൽ അത് ഇൻഡോർ ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയാണ് ഇൻഡോർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാ ചോദിച്ചാൽ അത് കൂവം നദിയാണ്. കൂവം നദിയാണ് ഏറ്റവും മലിനമായ നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെ വരുന്നത് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം വരുന്നത് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേല, ഒഡീഷ. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദോസ് എന്ന് പറയുന്നത്. എവിടെയാണ്? തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണത് ഓപ്പറേഷൻ ദോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ MV ഗംഗാവിലാസ് ആണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താ ചോദിച്ചാൽ അത് അമൃത് ഉദ്യാനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാധന നവജോത് സാവനിയാണ് കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിനാണ്. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി ശംഭാജി നഗർ എന്ന് പറയുന്നത്. ഒസ്മാനാബാദിന്റെ പുതിയ പേരാണ് ധാരാശിവ് എന്ന് പറയുന്നത്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡോറാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാ വെച്ചാൽ അത് കൂവ നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷയാണ്. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ദെൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്ന് പറയുന്നത്. ആരാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ അതായത് ഉത്തരാഖണ്ഡാണ്. 2023 റിപ്പബ്ലിക്കിലെ പരേഡിലെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകൾ 1ാം സ്ഥാനം നേടിയത് ആരാണ്? അത് ഉത്തരാഖണ്ഡാണ്. ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത് ചോദിച്ചാൽ അത് ബംഗളൂരുവാണ്. 75ാമത് കരസേനാ ദിനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് നടന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. അടുത്തൊരു ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാ ചോദിച്ചാൽ എന്താ പറയുക? ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. എന്നാണ് അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവനാണ് ആരാണ്? അബേൽ ഫത്ത അൽ സിസി. അബേൽ ഫത്ത അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ്. ഓർത്തിരിക്കുക. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററി എന്ന കൃതി ആരുടേതാണ്? അമിതാഭ് ഘോഷിനെയാണ്. എന്താണ്? സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററി എന്ന കൃതി ആരുടേതാണ്? അമിതാഭ് ഘോഷിനാണ്. ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് നടന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ബംഗളൂരുവാണ്. 75ാമത് കരസേനാ ദിനത്തിലാണ് ബംഗളൂരു വെച്ച് നടന്നത്. അടുത്തൊരു ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ്? ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥി ആരാണ്? അത് അബേൽ ഫത്ത അൽ സിസിയാണ്. എന്നാൽ 75ാമത് ഇപ്പം നടന്ന റിപ്പബ്ലിക് ദിനത്തിൽ ആരായിരുന്നു? അത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഓർത്തിരിക്കുക. ദെൻ സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയം ഹിഡൻ ഹിസ്റ്ററി എന്ന കൃതിയുടെ അമിതാഭ് ഘോഷിന്റെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര എന്ന് പറയുന്നത്. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളാണ്. ആരാണ്? സൽഹൌദോവനോവോ ക്രൂസെ ആൻഡ് ഹെക്കാനി ജക്കാലു. നാഗാലാൻഡിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിതയാണ് ആരാണ്? സൽഹൌദോവനുല ക്രൂസെ. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് ആരാണ്? വിംഗ് കമാൻഡർ ദീപിക മിശ്ര എന്ന് പറയുന്നത്. ദെൻ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ആരാ? ഒലേഫ് ഷോൾസ്. ആരാണ്? ഒലാഫ് ഷോൾസ് എന്ന് പറയുന്നത്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് ആരാണ്? എവിടെയാണ്? അഹമ്മദാബാദാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ആര്? ഒലാഫ് ഷോൾസ് എന്ന് പറയുന്നത്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് ചോദിച്ചാൽ അത് അഹമ്മദാബാദാണ്. ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ ശില്പി ആയ ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ ആരാധന ചെയ്ത് എവിടെയാണ്? ഹൈദരാബാദാണ്. ശില്പി റാം വി സൂത്രാണ്. അടുത്തിടെ എവിടെയാണ്? ഹൈദരാബാദിലെ റാം വി സൂത്രാണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത്. ബ്രേവിംഗ് എ വൈറൽ സ്ട്രോമ ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആശിഷ് ചന്ദ്രോർക്കറും അതുപോലെ തന്നെ സൂരജ് സുധീറും. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആശിഷ് ചന്ദ്രോർക്കറും അതുപോലെ തന്നെ സൂരജ് സുധീറുമാണ്. അതുപോലെ തന്നെ താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാ ചോദിച്ചാൽ അത് അമർത്യാസനാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമർത്യാസൻ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമർത്യാസൻ. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനാണ് ഏറ്റവും സമ്പന്നനായ നടൻ എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേരാണ് കലൈവാണി എന്ന് പറയുന്നത്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് പഥാൻ. സംവിധായകനാരാണ്? സിദ്ധാർത്ഥ് ആനന്ദാണ് പഥാൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേരാണ് കലൈവാണി എന്ന് പറയുന്നത്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമയാണ് പഥാൻ എന്ന് പറയുന്ന സംവിധാനം സിദ്ധാർത്ഥ് ആനന്ദ്. രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളമാണ് ചെന്നൈ വിമാനത്താവളമാണ് രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം എന്ന് പറഞ്ഞ സംഗതി.
ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിൽ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണമോട്ടം നടത്തിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്, ഹൂഗ്ലി നദിയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിൽ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണം ഓട്ടം പൂർത്തിയാക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത, ഹൂഗ്ലി നദിയിലാണ്. 2023 തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപുരയിലെ മാണിക് സാഹയാണ്, മേഘാലയയിലെ കോൺറാഡ് സാക്മയാണ്, നാഗാലാൻഡിലെ ഖൈഫു റിയോ ആണ്, ഓക്കെ, ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായി ആണ്, കർണാടകയിലെ സിദ്ധരാമയ്യാണ്, മധ്യപ്രദേശിലെ മോഹൻ യാദവ് ആണ്, ഓക്കെ, മിസോറാമിലെ ലാൽ സുഹോമയാണ്, രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മയാണ്, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയാണ്. ഓർത്തിരിക്കുക, ഒന്നുകൂടി പറയാം. 2023 തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ ത്രിപുരയിലെ മാണിക് സാഹ, മേഘാലയയിലെ കോൺറാഡ് സാങ്മ, നാഗാലാൻഡിലെ കൈഫു റിയു, ഓക്കെ, ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായ്, കർണാടകയിലെ സിദ്ധരാമയ്യ, മധ്യപ്രദേശിലെ മോഹൻ യാദവ്, മിസോറാമിലെ ലാൽ സുഹോമ, രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി. അപ്പോൾ നമ്മൾ നോക്കിയത് 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ വസ്തുതകളാണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയർ ടോപ്പിക്കുമായി കാണാം. താങ്ക്